ആ വന്നോ? വാ വാ വാ. 2 ദിവസമായിട്ട് നീ എവിടെ പോയതാ? കണ്ടില്ലല്ലോ. എന്റെ മോന് തീരെ സുഖമില്ല കൊച്ചമ്മേ. ആശുപത്രിയിലാക്കിയിരിക്കുക. എന്തു പറ്റി? കോളേജിൽ പോയപ്പോ 4 പിള്ളേര് ചേർന്ന് അവനെ അടിച്ച് അവശനാക്കി. ഷഡ് ഇട്ടോണ്ട് ഓടാൻ പറഞ്ഞു അവന്മാര്. ഇവൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനവര് 4 പേരും കൂടെ ചേർന്ന് അവനെ അടിച്ചൊരു പരുവത്തിലാക്കി. എന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ മുറിവ. അയ്യോ, കരയാതെ. ഏത് ഹോസ്പിറ്റലാ ഉള്ളത്? ഗവൺമെന്റ് ആശുപത്രിയിലാക്കിയിരിക്കുക. ഇനി അവൻ ഒരിക്കലും കോളേജിലേക്ക് പോവില്ല എന്നാ എന്നോട് പറഞ്ഞത്. എന്തൊരു അന്യായം ഇത്! പോലീസ് കംപ്ലൈന്റ് ചെയ്ത് ഇവന്മാരെയൊക്കെ പിടിച്ച് അകത്തിടണം. വെറുതെ വിടരുത്. അത് പറ്റില്ലല്ലോ. എല്ലാം പണക്കാരുടെ മക്കളാ. എനിക്ക് കാശുണ്ടോ കേസ് നടത്താൻ? ദൈവത്തിനോട് മാത്രമല്ലേ പറയാൻ കഴിയും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല കൊച്ചമ്മേ. അമ്മേ, ആ ഒരു ദോശ കൊടുത്താ അമ്മേ. വേഗം. ഇപ്പൊ തരാടാ. ജോലിയുണ്ട്. നിനക്കെന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോടാണ് കാണിക്കുന്നത്. മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് അറിയോ നിനക്ക്? ആ സ്ത്രീ എത്ര വിട്ടു പാത്രം കഴുകി അവനെ പഠിപ്പിക്കുന്ന അറിയണോ നിനക്ക്? അവനെ നീ ഷെഡിട്ട് ഓടാൻ പറഞ്ഞത്. നിന്നെ ഞാൻ ഷെഡില്ലാതെ ഒന്നുകൂടെ ഞാൻ റാസ്കൽ. സോറി സാർ, അടിക്കല സാർ, ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല. സോറി. നീ ചെയ്തതിന് എന്താണ് പരിഹാരമുള്ളത്? എന്താ ചെയ്യാൻ പോണേ? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. ആ ചെക്കന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേ. മര്യാദക്ക് കോളേജിലേക്ക് വിളിച്ചോണ്ട് പോ. എന്ത് ചെയ്യാ? അവനോട് മാപ്പ് പറഞ്ഞ് കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോക്കോളാം സാർ. ബാല, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അമ്പലത്തിൽ പോയോ? എന്റെ മോൻ ഹലോ. കോളേജിൽ പോവാൻ തുടങ്ങി. ആ പറ. പിള്ളേര് വന്ന് മാപ്പ് പറഞ്ഞ് അവനെ നാളെ മീറ്റിംഗ്. കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അല്ല, അത്ഭുതമാണല്ലോ. അത്ഭുതം തന്നെയാ. എന്റെ കരച്ചില് ദൈവത്തിന്റെ കാതിൽ വീണു. ആ പിള്ളേർക്ക് നല്ല ബുദ്ധി തോന്നിച്ച് ഞങ്ങളെ തേടി വന്നു. എന്തൊക്കെയായാലും ശരി, ആരായാലും അവർക്ക് പുണ്യം കിട്ടും. അതുകൊണ്ടാ കൊച്ചമ്മേ അമ്പലത്തിൽ പോയി 101 രൂപ കാണിക്കയിടാന്ന് വിചാരിച്ചു. ഇത് പറഞ്ഞിട്ട് പോവാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഹലോ. കാണിക്കയാ ദൈവത്തിന്. ഓക്കെ, നാളെ സംസാരിക്കാം. ആരാ ഇവനെല്ലാം പവർ കൊടുത്തത്? എപ്പോഴും നാട്ടിലുള്ളവരോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന എന്താ സംഭവിക്കാന്ന് അറിയില്ലേ? 10 വർഷമായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഒരു കണക്കിന് അവസാനിപ്പിച്ചതാ. ഇപ്പൊ അത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ദേ നോക്ക്, കംപ്ലൈന്റ്സുകളുടെ കോപ്പിയാണത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ പറയാം സാർ. ഇനി അതിന്റെ ഒരാവശ്യമില്ല. കംപ്ലൈന്റ് തന്നവരെല്ലാം താനെ വിഡ്രോ ചെയ്തു. കേസ് ക്ലോസ്ഡ്. പോലീസ് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഏതോ ഒരുത്തൻ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിരിക്കുന്നു. കംപ്ലൈന്റ് തന്നവരോട് ചോദിച്ചാൽ ദൈവമെല്ലാം തീർത്തു എന്ന് പറയുന്നു. ആരാണ് അയാളെന്ന് ആരും പറയുന്നില്ല. സാധാരണ അന്വേഷിച്ച് വരുന്നവർക്കാണ് ഉപകാരം ചെയ്യാറ്. ഇതിപ്പോ അങ്ങോട്ട് പോയി ഉപകാരം പുകഴ്ത്തുകയാണോ? ഓരോ സ്റ്റേഷന്റെ പരിധിയിലും ഇങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ, നിങ്ങളെന്തിനാ? പോലീസ് സ്റ്റേഷനെല്ലാം അടച്ചുപൂട്ടി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോയിരിക്കാം. ഇതും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന പോലെയുണ്ട്. സ്വാമിനാഥൻ, ബി സീരിയസ്. സോറി സർ. ഇവനെയൊക്കെ ഇങ്ങനെ അഴിച്ചുവിട്ടാ ഇതിൽ അപ്പുറവും നടക്കും. സാർ, എന്താ ഇടോ? പ്രസാരം ഒന്നാ അവർ വെയിറ്റ് ചെയ്യാണ് സാർ.
10 മിനിറ്റ് കൂടി. ഓക്കെ സാർ. മീഡിയക്കാരെല്ലാം പണ്ടത്തെ പോലെയല്ല. ഒരു ചെറിയ ന്യൂസ് കിട്ടിയാൽ മതി, പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനായിരിക്കും അവർ കീറി മുറിക്കുക. അവൻ വലിയ ആളാവുകയും ചെയ്യും. സോ അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് കൈകാര്യം ചെയ്യുകയും വേണം. നോ പ്രോബ്ലം സാർ. ഒരു 2 ദിവസം കഷ്ടപ്പെട്ട ഈസി ആയിട്ട് പിടിക്കാം സാർ. ചിലപ്പോൾ ഏതെങ്കിലും ലോക്കൽ റൗഡി ആയിരിക്കും. ആരായിരുന്നാലും പിടിക്കണം. അവന്റെ ഗ്യാങ് ലീഡർ ആരാണെന്ന് ആദ്യം അറിയണം. മനസ്സിലായോ? യെസ് സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. 1 മിനിറ്റ്. പിടികിട്ടിയ FIR ഒന്നും ചാർജ് ചെയ്യണ്ട, തട്ടിക്കളഞ്ഞേക്ക്. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് തന്നെ തലവേദനയാവും. ഗോട്ട് ഇറ്റ്? യെസ് സാർ. എടാ ജന, നിന്നെ ആരും വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എടാ, നിന്നെ തന്നെയാ വിളിക്കുന്നത്. അതെന്നെയല്ല, വേറെ ആര്? അമ്മ പോയി വണ്ടിയിൽ, ഞാൻ പോയി പേ ചെയ്തിട്ട് വരാം. എന്താ നോക്കുന്നത്? നിനക്ക് തല്ലുണ്ടാക്കലാണോ എപ്പോ നോക്കിയാലും പണി? എന്റെ വഴിയിൽ ശല്യം ചെയ്ത ഞാൻ തല്ലും. എന്നാ കൈയൊന്ന് കാണിക്ക്. എന്തിനാ? കാണിക്ക്, എന്നിട്ട് പറയാം. ആ, ശക്തിമാന്റെ കൈമാതിരിയുണ്ട്. അപ്പൊ ഈ കൈ കൊണ്ടടിച്ച അവർക്ക് വേദനിക്കില്ലേ? നീ കണ്ടായിരുന്നോ? പറയട്ടെ, അവര് തലങ്ങും വിലങ്ങും ഇട്ട് അടിച്ചല്ലോ. എന്താ, അവര് വല്ല തെറ്റും ചെയ്തായിരുന്നോ? ഞങ്ങളുടെ ഭാഷു അങ്ങനെ തന്നെയാ. തെറ്റ് ചെയ്താ നല്ല അടി തരും. നാളെ ആരെങ്കിലും അടിക്കാനുണ്ടോ? അറിയില്ല. അടിക്കണം. തെറ്റ് കണ്ട ഉടനെ അടിക്കണം. ശരി, അങ്ങനെ തന്നെ വേണം. സ്വാമിനാഥൻ, ഇൻഫോമേഴ്സിനോട് അലർട്ട് ആയിട്ടിരിക്കാൻ Yes, sir. പറയാം. എല്ലാ ഏരിയയിലും എല്ലാ സ്ട്രീറ്റിലും പോലീസ് മഫ്റ്റിയിൽ ഉണ്ടാകണം. ഓക്കെ സർ. അവരുടെ മൂവ്മെന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈസി ആയിട്ട് പിടിക്കാം സർ. നോ പ്രോബ്ലം. ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗ്യാങ്ങിനെ പിടിക്കാൻ കഴിയും. എന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കാം. സെൽ ഓൺ ആയിരിക്കും. ബി അലർട്ട്. യെസ് സർ. ചെക്ക്. ശരിക്കും കുടുങ്ങിയില്ലവൻ. ഇനി നിനക്ക് ഒരു രക്ഷയില്ല.
ഇങ്ങനെ കളിച്ചാലേ നിനക്കിനി അധികം കളിക്കാൻ പറ്റില്ല. നിന്റെ കഥ ഇതോടെ തീരും. അമ്മേ, ഇത് കുട്ടികളോടൊത്ത് കളിക്കുന്ന കളിയാ. ഏട്ടന്റെ കൂടെ കളിക്കുമ്പോ ഇതായിരിക്കില്ല കളി. കളിച്ചു നോക്കാം വൺ ഡേ. കളിച്ചു നോക്കണം വൺ ഡേ. നിങ്ങൾ ന്യൂ ക്ലയന്റാ, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. No, 200 crores is too much. 150 crores, we can fix. പുള്ളിയാ തീരുമാനിക്കേണ്ടത്. വെയിറ്റ് എ മിനിറ്റ്. ചേട്ടാ 150 തന്നെ നിൽക്കുക. നോർവേയിലാണ് ഡെലിവറി ചെയ്യേണ്ടത്. ഇന്ത്യൻ ബോർഡർ കിടക്കുന്ന എത്ര കഷ്ടപ്പെട്ടാണെന്ന് അമ്മമാർക്ക് അറിയില്ലേ? 200 crores, 200 കോടി. ഇല്ലെങ്കിൽ പോവാൻ പറ. ഇവിടെ തന്നെ വേറെ ആൾക്കാരുണ്ട് വാങ്ങാൻ. കാശ്മീർ, ആന്ധ്ര, ആസാം. വെപ്പൺസ് കിട്ടാതെ എല്ലാവരും കഷ്ടപ്പെടുക. പോവാൻ പറ. അതൊന്നും വർക്കൗട്ട് ആവില്ല. കമ്മീഷണർ കൃഷ്ണമേനോൻ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. ഓക്കെ. ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്. കസ്റ്റംസിൽ പുതിയൊരു ഡയറക്ടർ വന്നിട്ടുണ്ട്. ഹാർബർ റെയ്ഡ് ചെയ്യാൻ പോവാണത്ര, എല്ലാ ഗോഡൗണിലും. ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. ഗോഡൗൺ വെക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. സമയമുണ്ട്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളൂ. 2 ദിവസത്തേക്ക് മാത്രം. മാഡം, എല്ലാ മുറിയും പൂട്ടിയിട്ടുണ്ട്. സ്റ്റാഫ് എല്ലാം പോയി. ശരി. ഗുഡ് ഈവനിങ് മാം. യെസ്, എന്താ വേണ്ടത്? എക്സ്ക്യൂസ് മീ, ലൈബ്രറിക്കകത്ത് സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഓ, ഐ എം സോറി. മാം, മൈ നെയിം ഇസ് ഭരതൻ. പേരൊന്നും അങ്ങനെ ആരും വിളിക്കാറില്ല, ചുമ്മാ ഒരു പേര്. വളരെ നല്ല പേരാണല്ലോ നിങ്ങളുടെ സ്കൂളിന്. ഞാൻ അറിഞ്ഞത് സിറ്റിയിലെ നമ്പർ 1 സ്കൂളാന്ന്. അല്ലടാ? അതെ ഏട്ടാ, മാഡമാണ് ഇവിടുത്തെ എല്ലാം. ഭയങ്കര സിൻസിയർ. പിന്നെ അല്ലാതെ, ജഡ്ജിയുടെ വൈഫാ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ അമ്മ. സിൻസിയർ അല്ലാതിരിക്കാൻ പറ്റൂ? മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ സ്ട്രെയിറ്റ് ആയിട്ട് മാറ്ററിലേക്ക് വന്നത്? വലിയ കാര്യമൊന്നുമില്ല മാഡം. നാളെ തൊട്ട് ദസറ ലീവല്ലേ, ഞങ്ങൾക്ക് ഈ സ്കൂളൊന്ന് വാടകയ്ക്ക് വേണം. എന്ത്? സ്കൂള് വാടകയ്ക്ക് വേണമെന്നോ? എന്താ പറയുന്നത്? ആകെ 4 ദിവസത്തേക്കാ. മാഡത്തിനോട് സത്യം പറയാലോ, കുറച്ച് ജെലാറ്റിൻ സ്റ്റിക്സ്, കുറച്ച് RDX, കുറച്ച് റോക്കറ്റ് ലോഞ്ചർ, അങ്ങനെയുള്ള കുറച്ച് പിള്ളേർക്ക് മാഡം അഡ്മിഷൻ തരണം. തിരിച്ചെടുത്തേക്കാം. ഇവിടെ വെച്ച് ആരും സംശയിക്കില്ല, അതാ. മാമിനോട് പറയാതെ വെക്കാന്നാ ഇവൻ പറഞ്ഞത്. പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത്. കണ്ടില്ലേ, നീ ഇപ്പൊ കണ്ടില്ലേ? ഇത് കേട്ടപ്പോ തന്നെ പേടിക്കുന്നുണ്ടില്ലേ? നീ എന്താ എന്നോട് പറഞ്ഞത്? സ്കൂളിലേക്ക് നേരിട്ട് പോവാം, 4-5 കുട്ടികളെടുത്ത് തൂക്കി എറിയുമ്പോ മാഡം സമ്മതിക്കുന്നല്ലേ? അങ്ങനെ എന്തൊക്കെ ഇവൻ പറഞ്ഞെന്നറിയോ മാഡം? നീ ആ മുഖത്തേക്കൊന്ന് നോക്കടാ. നമ്മൾ ചോദിച്ചാൽ മാഡം വേണ്ടാന്ന് പറയൂ. അതാണ് ഞാൻ പറഞ്ഞതാ മാഡം, സ്കൂളിൽ വേണ്ട, വല്ല അമ്പലത്തിലോ പള്ളിയിലോ വെക്കാന്ന്. എല്ലാത്തിനും കാരണം ഇവനാ. അവിടെയൊക്കെ നമ്മൾ എപ്പോഴും വെക്കുന്നല്ലേ, സ്കൂളാവുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. മാഡം എതിർപ്പ് വല്ലതും പറയുകയാണെങ്കിൽ ഭർത്താവിനെ തട്ടിക്കളയാന്നവര് പറഞ്ഞു. ഈ ദുഷ്ടൻ അടിച്ചെന്റെ എടാ, പൊട്ടില്ലാതെ ഈ മുഖം കാണാൻ പറ്റൂടാ നിനക്ക്? ടെൻഷൻ ആവാതെ, മകൻ DC അല്ലേ, അതുകൊണ്ടാ മാഡം കൂടുതൽ ആലോചിക്കുന്നത്. സമ്മതിക്കുന്നേ? സമ്മതിക്കും. നിങ്ങൾ താക്കോല് തന്ന സാധനങ്ങൾ ഇവിടെ വെച്ച് 4 ദിവസത്തിൽ കൊണ്ടുപോയിക്കോളാം. സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ വയ്ക്കും, തിരിച്ചെടുക്കില്ല. അയ്യോ, 3000 കുട്ടികളുള്ളതാ. കുട്ടികൾ ചിന്ന ചിതറിയ. എന്റെ അമ്മോ, എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ താക്കോല് തന്നേക്കാം.
താങ്ക് യു മാം. മാഡത്തിന്റെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഈസി ആയിട്ട് കിട്ടിയല്ലോ. താങ്ക് യു. ഹാപ്പി ദസറ. മാഡം വേണ്ട മാഡം, വേണ്ട മാഡം. അവന്മാര് പറയും പോലെ ചെയ്യുന്നവന്മാരാ. നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താ അവന്മാര് നമ്മളെ വെറുതെ വിടുകയല്ല. അയ്യോ, ഇത് കുട്ടികളുടെ ജീവന്റെ പ്രശ്നമല്ലേ? ഞാൻ എന്ത് ചെയ്യപ്പോ? എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അല്ല മാഡം, അതിനൊരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്ന ഒരാളുണ്ട് മാഡം, ഇവിടെ അടുത്ത് തന്നെയാ. അയാളെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചാൽ മാത്രം മതി. ബാക്കിയല്ല അദ്ദേഹം നോക്കിക്കോളും മാഡം. അവൻ ഇവരൊന്നും ഒരു പ്രശ്നമേ അല്ല. മാഡം അദ്ദേഹത്തോട് ഈ കാര്യം ചെന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങിക്കും. ഒന്നും പേടിക്കണ്ട. എന്താ ബാലു, എന്താ കാര്യം? അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ശരി വാ. ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് ജനങ്ങൾ അറിയണം. വന്നാട്ടെ മാഡം. ഇല്ല, വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. ശരി മാഡം. പറ മോനെ, ഇന്ന് രാത്രി 1 മണിക്ക് ലോറിയിൽ സാധനങ്ങൾ കൊണ്ട് സ്കൂളിൽ ഇറക്കും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണ്ട. സമാധാനമായി പോയി കിടന്നുറങ്ങും. ഇവിടെ വന്നല്ലോ, ഞാൻ അറിയാതെ ഒരു സാധനം സ്കൂളിലേക്ക് വരില്ല. ഞാൻ നോക്കിക്കോളാം. ആയിക്കോട്ടെ. ആരാത്? അത് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറാ, മാഡമായി ഇൻചാർജ്. കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞത് കാരണം മാഡം വല്ലാതെ പേടിച്ചിരിക്കുക. ഇവിടെ വരാൻ പോലും പേടിയായിരുന്നു. പേടിയോ? എന്തിനാ പേടിക്കുന്നത്? ഇവിടെ പേടിയോടെ ആര് വന്നാലും പോകുമ്പോ സമാധാനത്തോടെ പോകും. അമ്മേ, സ്കൂളിൽ വേറെ ആർക്കും അറിയില്ലല്ലോ. ആരോടും പറയണ്ട. ഹെഡ് മിസ്ട്രസ് എനിക്ക് വേണ്ടപ്പെട്ടവരാ. അറിഞ്ഞാ അവര് പേടിക്കും. ഇല്ല മോനെ, ആരോടും പറയില്ല. ആരും അറിയാതിരിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഗുഡ്. നിങ്ങൾ പോയിക്കോളൂ. ശരി. അമ്മേ, അമ്മേ, എന്താ അമ്മേ ഷർട്ടിൽ ബട്ടൺ പോയത് കണ്ടില്ലേ? എന്തു പറ്റി? കേട്ട മട്ടയില്ലല്ലോ. ഓർക്കക്ഷീണായിരിക്കും. സോറി സോറി സോറി? എന്തിനു സോറിയൊക്കെ? ക്ഷമിക്കണം, അറിയാതെ. ക്ഷമിക്കണമെന്നോ? ക്ഷമയൊക്കെ ചോദിക്കുന്നല്ലോ. മേത്തെങ്ങും വീണില്ലമ്മേ.
മധുരം ഇട്ടില്ലേ? ഏ? അച്ഛനുള്ളതായിരിക്കും. ആ, ഞാൻ പോയി വേറെ എടുത്തോണ്ട് വരാം. ഒരു ദിവസം മധുരം ഇട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. സാരമില്ലമ്മേ. ലേറ്റ് അമ്മേ, ഞാൻ പോവാ. ജന, മോനെ സൂക്ഷിച്ചു പോയിട്ട് വാ. എന്താ പ്രത്യേകിച്ച്? ഏയ്, നമ്മുടെ മോൻ തന്നെയല്ലേ അത്? നീ എന്താ അവനൊരു കൊള്ളക്കാരനെ പോലെ നോക്കുന്നു? അല്ല, വെറുതെ. അല്ല, സംതിങ് റോങ്. നീ രാവിലെ ചായ കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച നിന്റെ മുഖത്ത് കണ്ടു ആ വ്യത്യാസം. എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലെന്നേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാ നീ വിറയ്ക്കുന്നത്? എന്താ എന്നോട് പറ. നമ്മുടെ ജന ജന എടാ പന്ന മറ്റോനെ, നിനക്ക് എന്റെ വണ്ടിയുടെ മുമ്പിൽ തന്നെ ചാടണോടാ? വിട് വിട്, അവൻ നമ്മുടെ ആളാ. രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്യാവുള്ളതല്ലേ, അതിന് തയ്യാറെടുക്കുക. ശരി, വണ്ടി വിട്. എടോ സാറിന്റെ വണ്ടി വന്ന് കണ്ടില്ലേ? ഒന്ന് വേഗാട്ടെ. സമയം എത്രയായി സാർ? എടോ ഒന്ന് വേഗാട്ടെ. വേഗം വേഗം വേഗം. 8 മണിക്ക് തന്നെ ടോൾ ഗേറ്റ് കിടക്കേണ്ടതാ, ഇല്ലെങ്കിൽ ഓഫീസർ ചേഞ്ച് ആവും. ശരി. കഴുതകൾ വേഗം. എന്താടാ ഈ കാണിച്ച? ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണ്ടല്ലേ? ഒന്ന് പൊട്ടിയ ഈ നാട് പോലും കാണില്ല. ഓ, അവൻ തുടങ്ങി. എടാ അമീറേ, ഒന്ന് ഓഫ് ചെയ്യ്. അവനോട് പറഞ്ഞോ നീ, ഇല്ലെങ്കിൽ ഗോഡൌണിലേക്ക് പോകും. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് സ്കൂളിലേക്ക് Okay. പോയിക്കോളും. ഓക്കെ, വേഗം വേഗം ഏയ്. വേഗം. വേഗം ഡോർ അടയ്ക്ക്. അമീറേ, നിന്റെ ഡോർ ലോക്ക് ചെയ്തേക്ക്. ഇനി നോൺ സ്റ്റോപ്പ് ആയിട്ട് വേണം വണ്ടി പോവാൻ, മനസ്സിലായോ? അവിടെ എത്തിയിട്ട് തന്നെ വിളിക്ക്. അമീർ, ഏയ് എന്താ ഈ കാണിക്കുന്നേ? ഇതാ പിടിക്ക്. വണ്ടി പുറകോട്ട് എടുക്കേ. വണ്ടി പുറകോട്ട് എടുക്കാൻ. കമ്മീഷണർ സാറിന് ഭക്ഷണം വന്നിട്ടുണ്ട്. ഭക്ഷണോ? ഇതിലോ? ഇതിൽ ഭക്ഷണം മാത്രമേ ഉള്ളൂ. സ്വീറ്റ് എല്ലാം അടുത്ത വണ്ടിയിൽ വരുന്നുണ്ട്. എവിടെ? പോയി പറയേ. കമ്മീഷണർ സാറിന് ഭക്ഷണം വന്നിട്ടുണ്ട് സാർ. വന്നിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് അയക്കടോ. കണ്ടെയ്നർ ലോറിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടെയ്നറിലോ? അതെ സാർ. എന്താണോ ഈ പറയുന്നത്? ഡ്രൈവറാ പറഞ്ഞത്. ഇവിടെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ആളെവിടെ പോയി? മുതലാളി. ആ അമീർ, സത്യം പറ. ആ കണ്ടെയ്നർ ലോറി സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ എന്താ ഉണ്ടായത്? മുതലാളി, ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല മുതലാളി. സത്യം പറയണം. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു. അപ്പൊ ഒരാൾ വന്ന് എന്റെ കയ്യും കാലും കെട്ടിയിട്ടു. അതെ ഏട്ടാ, ഇവനെ പിടിച്ച് കെട്ടിയിട്ടാ ട്രക്ക് എടുത്തോണ്ട് പോയത്. ഇവനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇവനെ പോലെ നമ്മളെ ആരോ ചതിച്ചതാ. പറ്റിച്ചതല്ല,
വഞ്ചിക്കപ്പെട്ടതാ. 200 crores, 200 കോടി രൂപ. ആരുണ്ടാക്കും? ആരുണ്ടാക്കും അത്? പോ പോ, എല്ലാം പോ. എന്ത് വില കൊടുത്തും ആ കണ്ടെയ്നർ തിരിച്ചു കൊണ്ടുവരണം. ആ പറയ്. എല്ലാം കുഴപ്പത്തിലായി. ഒന്ന് നിങ്ങൾ ടിവിയിലെ ന്യൂസ് ഒന്ന് വെച്ചേ. മൈ ഗോഡ്. ഇന്ന് രാവിലെ കളക്ടറേറ്റിന് സമീപം ഏറ്റവും അത്യാധുനിക ആയുധങ്ങളും ഉഗ്രസ്ഫോടനശേഷിയുള്ള ബോംബുകളും പോലീസുകാർ കണ്ടെത്തി. ഇതിന് ഏതാണ്ട് 200 കോടി രൂപയോളം വിലമതിപ്പുണ്ടെന്നാണ് പോലീസുകാർ കണക്കാക്കപ്പെടുന്നത്. ഏതോ അജ്ഞാതനായ ഒരു മനുഷ്യനാണ് ഈ ആയുധങ്ങളെല്ലാം കയറ്റിക്കൊണ്ടുവന്ന കണ്ടെയ്നർ ലോറി കമ്മീഷണറുടെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ചിട്ട് പോയത്. ആ അജ്ഞാതനായ മനുഷ്യനെ പറ്റിയും ആയുധങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നതിനെ പറ്റിയും തെളിവുകൾ ശേഖരിക്കുവാൻ ഉന്നത റാങ്കിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ഇതുപോലുള്ള ആയുധം കടത്തൽ അധികരിച്ചു വരുന്നതായി ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതിനു പിന്നിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനയ്ക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതിനെപ്പറ്റി വിശകലനം ചെയ്യാൻ അടിയന്തര ഇവനാണോ ഇതൊക്കെ ചെയ്തത്? ഇത്ര ചെറുപ്പത്തിലെ അവൻ ഇങ്ങനെയൊക്കെ ആയല്ലോ. ഐ ക്യാൻ ബിലീവ് ഇറ്റ്. ഒറ്റ വർഷം കൊണ്ട് എത്ര വലിയൊരു ഗ്യാങ് അവൻ ഉണ്ടാക്കിയത്. പാരലായിട്ട് അവനൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ ഒറ്റ ഒരുത്തനാണ് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. ബാക്കിയുള്ളവരെല്ലാം ഇവൻ്റെ വെറും സിൽബന്ദികളാണ്. യെസ് മിസ്റ്റർ രാജശേഖർ, നമ്മൾ അന്വേഷിച്ചിരുന്നവനെ കണ്ടെത്തി. ഇന്റലിജൻസ് ബ്യൂറോ സമർത്ഥമായി തന്നെ ട്രേസ് ചെയ്തു. ആളാരാന്നറിയണ്ടേ? See this. സാർ ഇവൻ എൻ്റെ ബ്രദറാ സാർ. സ്വാമിനാഥൻ, ഇത് കണ്ടില്ലേ സാർ? വാട്ട്സ് ഗോയിങ് ഓൺ സാർ? സാർ ഹീസ് മൈ ബ്രദർ സാർ. യെസ്, ഓഫ് കോഴ്സ്, നിങ്ങളുടെ ബ്രദർ തന്നെയാ. ജനാർദ്ദനൻ MT. നോ സാർ, ഇതെന്തോ അബദ്ധം പറ്റിയതാ. തീർച്ചയായിട്ടും ആള് മാറിയതാ സാർ. അവനൊന്നും അറിയില്ല. അവന് പടക്കം പോലും പേടിയാ സാർ. ആർക്ക്? ഇവനോ? ഇവനാ? ഇവൻ സ്വാമി, വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. യെസ്, എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ ഇങ്ങനെയൊക്കെ മാറിയെന്നറിഞ്ഞത് എനിക്കും ഒരു ഷോക്കായിരുന്നു. ബട്ട് ഓൾ ഇൻഫർമേഷൻസ് ആർ ലീഡിങ്. ഇറ്റ്സ് ട്രൂ. നിങ്ങൾ DC, നിങ്ങളുടെ അച്ഛൻ ജഡ്ജ്. ആ ഇൻഫ്ലുവൻസ് അവൻ യൂസ് ചെയ്തു. വീട്ടിലിരുന്ന് നിങ്ങളുടെ മൂവ്മെന്റ്സ് എല്ലാം അവൻ മനസ്സിലാക്കി സമർത്ഥമായത് ഉപയോഗിച്ചു. നോ സർ. എ ബെസ്റ്റ് ഫ്രണ്ട് മേക്സ് എ വേഴ്സ്റ്റ് എനിമി. നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് നിങ്ങൾ ആരും അറിയാതെ അവൻ പ്രവർത്തിച്ചു. എന്നാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. ഇറ്റ്സ് എ ബ്രില്യൻ മൂവ് അല്ലേ? സോറി മിസ്റ്റർ രാജശേഖർ, നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ്. നിങ്ങൾ എങ്ങനെ ഇത് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ മിസ്റ്റർ ശർമ്മ ഈ കേസ് കൈകാര്യം ചെയ്യട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുക്കാം. സോറി സാർ, ഐ ക്യാൻ ഫേസ് ഇറ്റ്. സെന്റിമെന്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ യൂണിഫോം അണിഞ്ഞത്. ഐ വിൽ ഗെറ്റ് ജന വിതിൻ അവേഴ്സ്, ഡെഡ് ഓർ അലൈവ്. എന്ത് സംഭവിച്ചാലും ജനയെ കണ്ടുപിടിച്ച് സാറിന് മുമ്പിൽ എത്തിക്കും ഞാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്കൊന്നും അറിയത്തില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. ആയുധം കൊണ്ടുപോയ കണ്ടെയ്നർ ലോറി കമ്മീഷൻ ഓഫീസിൽ എങ്ങനെ എത്തിയത്? എങ്ങനെ അവിടെ എത്തിയത്? പറ. എനിക്കറിയത്തില്ല സാർ. എന്റെ മക്കളാണ് സത്യം, എനിക്കറിയത്തില്ല. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. എന്നൊന്നും ചെയ്യരുത്. അയ്യോ, എന്താണ് ഇതെല്ലാം? എന്താ ഇത്?
ഏയ് പറയടാ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്താ പറ്റി നിനക്ക്? ഇവിടെ എന്തെല്ലാം തെറ്റുകൾ നടക്കുന്നു അത് കണ്ടിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ മാത്രം ജീവിച്ചാൽ മതിയെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ആയുധം കയ്യിലെടുക്ക. അതേ ആയുധം ഒരിക്കൽ നിനക്കെതിരെ വരും. അപ്പൊ എന്ത് ചെയ്യും? വേണ്ട ജന, വിട്ടേക്ക്. നിനക്ക് ഒറ്റയ്ക്ക് എത്ര പേരെ രക്ഷിക്കാൻ കഴിയും? എടാ ജന, എന്റെ അവസ്ഥ നീ മനസ്സിലാക്ക്. ഡിപ്പാർട്ട്മെന്റിന് നീ നോട്ടപ്പുള്ളിയാ. പ്ലീസ് ജന, സറണ്ടർ ആവ്. ആ, എനിക്ക് എന്തെങ്കിലും ആവുന്നല്ലേ ഏട്ടൻ പേടിക്കുന്നത്? മറ്റുള്ളവരെ കഷ്ടം ആരാ കാണുന്നത്? അവരും മനുഷ്യരല്ലേ, അവർക്കും ചോദിക്കാൻ ആള് വേണ്ടേ? അതിന് എടാ, നിനക്കൊരു കുടുംബമുണ്ട്. അച്ഛൻ, അമ്മ, ഞാൻ എല്ലാരും ഉണ്ട്. ഞങ്ങൾക്ക് നീയാ പ്രധാനം. നിന്റെ ജീവിത പ്രധാനം. ആര് പോയാ നിനക്കെന്താ? എടാ, എനിക്കറിയാം ഈ ക്രിമിനൽസ് എത്ര ഡേഞ്ചർ ആണെന്ന്. അവരുടെ കൂടെ ഇങ്ങനെ പോയാൽ നിനക്ക് തിരിച്ചു വരാൻ കഴിയില്ല. തിരിച്ചു വരണ്ട. ഞാൻ ആരുടെ ഔദാര്യത്തിലല്ല ജീവിക്കുന്നത്. എനിക്ക് മോളും കീഴും നോക്കാനില്ല. എന്റേതായ വഴിയിലൂടെ ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. ആര് തടയാൻ വന്നാലും ഞാൻ അതിനെ മറികടക്കും. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും. ഞാനൊരു പോലീസ് ഓഫീസറായിട്ടല്ല, നിന്റെ ഏട്ടനായിട്ട് പറയാ. ആരും എന്റെ ജീവൻ രക്ഷിക്കാൻ വരണ്ട. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. ആരുടെ ഔദാര്യം എനിക്ക് വേണ്ട. ജനയാ പറയുന്നത്. അവര് നിന്നെ പറ്റി പറഞ്ഞു ചോദിച്ചിട്ട് മരിക്കുന്നവരെ ഒന്നും ജന, don't move. ജന, പോകരുത്. വേണ്ടടാ, ഞാൻ പറയുന്ന കേക്ക്. വേണ്ട ജന, പോകരുത്. സ്റ്റോപ്പ് ജന.